ഹലോ, സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തെ വ്ളോഗ് വന്നിട്ട് ലൈക്ക് ഒരു 1 ഡേ ട്രിപ്പ് പോവുകയാണ് ഞാനും എൻ്റെ കൊളീഗ്സുമായിട്ട്. വേറെ എവിടെയല്ല, ഹൊഗൈനക്കൽ വാട്ടർഫോൾ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. സോ ഞാൻ കുറേ നാൾക്ക് ശേഷം ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ്. എനിക്കറിഞ്ഞൂടാ, ഒരു ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ഫീൽ ചെയ്യാണ്. ഗ്രാജുവേഷന് പോലും തോന്നാത്തൊരു എക്സൈറ്റ്മെൻറ്റാണ് എനിക്കിപ്പോൾ തോന്നിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഒരേ ഒരു കൺസേണേ ഉള്ളൂ, ഇവിടുത്തെ വെതർ ഭയങ്കര മോശമാണ്. ഇപ്പോൾ ചെറിയൊരു മഴ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ ഭയങ്കര ഫോഗും ഭയങ്കര തണുപ്പാണ് ഇവിടെ. അവിടേക്ക് ഒരു ടെമ്പിൾ ഉണ്ടായിരുന്നു, അതിൻ്റെ ഒന്നും പ്രസൻസേ നമുക്ക് കാണാൻ പറ്റില്ല. അങ്ങനത്തെ ക്ലൈമറ്റ്, അതുപോലെ ചെറിയ മഴയുണ്ട്. അതാണ് ആകെ ഒരു കൺസേൺ. ബാക്കിയെല്ലാം നല്ല വൈബിൽ നിൽക്കുകയാണ്. സോ അതായിരിക്കും നമ്മുടെ ഇന്നത്തെ വ്ളോഗ്. അപ്പം ഞാൻ എൻ്റെ പുതിയ ഫ്രണ്ട്സിനെയും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അവരൊക്കെ എന്നെക്കാട്ടി എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ്. ലൈക്ക് എന്തോ ഞാൻ വിചാരിച്ചിട്ടില്ല ഇങ്ങനെ ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ലൈക്ക് ഇത്രയും ട്രിപ്പൊക്കെ ഓർഗനൈസ് ചെയ്ത് നമ്മളിങ്ങനെ ട്രിപ്പ് പോകുമെന്നും അങ്ങനെയൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല. അപ്പം ഈ ട്രിപ്പ് ഒരു 1.5 മാസത്തിന് മുമ്പേ തൊട്ടേ ഇങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്യുകയാണ്. ലൈക്ക് ഈ ഡേറ്റ് ഓക്കെ ആണോ, മീൻസ് എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ് പോകാനായിട്ട്. നമ്മൾ ഫസ്റ്റ് ചൂസ് ചെയ്തത് വേറൊരു പ്ലേസ് ആയിരുന്നു. അങ്ങനെ കുറേ ഡിസ്കഷൻ കഴിഞ്ഞ് നമ്മൾ അവസാനം ചൂസ് ചെയ്തതാണ് ഹൊഗൈനക്കൽ വാട്ടർഫോൾ. സോ അത്രയും വൈബാണ് എൻ്റെ ഇപ്പോഴത്തെ ഫ്രണ്ട്സ് ഗ്യാങ് എന്ന് പറയണത്. സോ അവരെയൊക്കെ ഞാനിന്ന് കാണിച്ചു തരാം. അവരും എക്സൈറ്റഡ് ആണ്. വ്ളോഗ് എന്നൊക്കെ പറയുമ്പം ലൈക്ക് എനിക്ക് ഭയങ്കര ഇതൊന്നും അല്ലല്ലോ, പക്ഷെ അവർക്ക് വ്ളോഗ് എന്നൊക്കെ പറയുമ്പം അവരും ഭയങ്കര എക്സൈറ്റഡ് ആണ്. സോ ഞാൻ അവരെയൊക്കെ കാണിച്ചു തരാം. പിന്നെ ഇന്ന് നടക്കുന്ന കുറേ കാര്യങ്ങളായിരിക്കും ഇന്നത്തെ നമ്മുടെ വ്ളോഗിൽ. പക്ഷേ ഈ വെതർ എനിക്ക് ചെറിയൊരു കൺസേൺ ഉണ്ട്. ഹോപ്പ് ഫോർ ബെസ്റ്റ്. അപ്പം ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. കുറേ ഞാനൊരു പൂക്കി ആവാനായിട്ട് വിചാരിച്ച്, പക്ഷെ പൂക്കി പാൻ്റ് ഉണ്ട്, പക്ഷേ ടോപ്പ് സ്യൂട്ടാവുന്നില്ല. അപ്പം ഞാനതിനെ ക്യാൻസലാക്കിയിട്ട് ഇപ്പം എനിക്ക് തോന്നുന്ന ഒരു ഓഫീസ് വെയർ പോലെയൊക്കെ ഉണ്ട്. ഇതെൻ്റെ പുതിയൊരു ടോപ്പാണ്, അമ്മ വാങ്ങി തന്നെയാണ്. ഗ്രാജുവേഷൻ ഒക്കെ ആയതുകൊണ്ട് മാക്സിന്നാണ് എടുത്തിട്ടുള്ളത്. പിന്നെ എൻ്റെ സ്ഥിരം പാൻറ്റും അതൊക്കെ തന്നെ. ഇനി എന്തിട്ടാലും എൻ്റെ പുറത്തൊരു സ്വെറ്ററോ ഹുഡി എന്തെങ്കിലും ഇടേണ്ടി വരും. അത്രയ്ക്ക് തണുപ്പാണ്. പല്ലിക്കാൻ പോലും വയ്യ, അമ്മാതിരി മരവിച്ച് പോവും. അത്രയും ഇവിടെ തണുപ്പാണ്, കോൾഡ്. കാശ്മീരിൽ മാത്രമേ ഈ ഒരു ഇത് ഞാൻ കണ്ടിട്ടുള്ളൂ. നാട്ടിലൊന്നും ഇത്രയും തണുപ്പൊന്നും എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് പോവാം. സോ ഇതാണ് നമ്മുടെ വെയിറ്റിംഗ് പോയിന്റ്. നമ്മളെന്നും ബസ് കയറാൻ നിൽക്കുന്നിടത്താണ്. നമ്മൾ ഇനി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കുറച്ച് കഴിഞ്ഞിട്ടേ കഴിക്കുള്ളൂ. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷനായിട്ട് നമ്മൾ വണ്ടി കഴിക്കുകയാണ്. സോ പ്രകൃതി ട്രാവൽസിലാണ് നമ്മൾ പോകുന്നത്. സോ നമ്മൾ വണ്ടിയിൽ കയറി. ഭയങ്കര തണുപ്പാണ്. ഇതാണ് നമ്മുടെ സാറ്, നമ്മുടെ ഓർഗനൈസറാണ്. സാറ് എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. ആനുവൽ വാട്ടർ പമ്പ്. ഓ മൈ ഗോഡ്, എല്ലാം പ്രിപ്പയർ ആയിട്ടാണ് എല്ലാവരും വന്നിരിക്കുന്നത്. ഹായ്. ദിനേശ് സിസ്റ്ററിന്റെ ജാക്കറ്റ് ഒക്കെ ഇട്ട് വന്നേക്കാണ് പൂക്കിയായിട്ട്. ആദ്യം തന്നെ നമ്മൾ വണ്ടി കയറിയിട്ട് തുടങ്ങി. ചിപ്സ്,
നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങി. എനിക്ക് നല്ലൊരു ഊട്ടി വൈബ് അടിക്കുന്നുണ്ട്. വാവ്, നല്ല ഭംഗിയുണ്ട്. സോ ഞാൻ പാർത്ഥസാരഥി സാറിനെ കാണിച്ചാൽ ഓർഗനൈസറാണ്. ഹായ് സാർ. ഹലോ. Where we are going? ഹൊഗേനക്കൽ. Why? Why na? Trip. Why? Vibe. Why? Okay, bye. Totally enjoy. Kitty, thank you. This is our Deepika Padukone. Hi. From Maiva. Now in Milan. Now this is your name? Ashika. Our what we call? Wine maker. Dance master. Dance master. He is Mr. Santosh. Hi. Who is he? Santosh. Hey, who is he? Innocent. He is our innocent. We have one charming baby. He is a charming baby. Famous for? He is famous for two sisters. Two sisters. Ali and Steffi. Then he is Mr. Lingesh from Chennai. Mr. Bharani. Mr. Bharani. Outfit നോക്കണം guys. Came with fever 102 degree. Hi. Cheers. Hi. Where missing? Now Steffi. അത് தெரியும். ഞാൻ Done. വെങ്കട്ടിനെ കാണിച്ചൊന്നുമില്ല. This is വെങ്കട്ട്. College friend. College friend. Sir, இங்க பாருங்க சார். இட்லியை கொலை பண்றாரு சார். கொஞ்சம் மடக்கி தட்டு. Taste. Good. അതൊന്നും എക്സ്പ്രഷൻ. Moonar I am completed. This chapter completed. വാവ്. അപ്പം ഇതിനിങ്ങനെ നമുക്ക് മേലെ കയറാൻ പറ്റും. ഇവിടെ നിൽക്കുമ്പോൾ നല്ല വ്യൂ ആണ്. നൈസ്. സോ നമ്മൾ ഇന്നത്തെ പ്രോട്ടീൻ കഴിക്കുകയാണ്. നമ്മൾ നോക്കിയപ്പോൾ ഒളിച്ചിരുന്ന് ദിനേശ് ഒറ്റയ്ക്ക് ഇന്ന് ഓംലെറ്റ് കഴിക്കണം. എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത്? ഹായ് മാത്രം. നൈസ്. കഴിച്ചോ. Wow. The back side of that. അമ്മാന്റെ മാല നോക്ക്. ఇక్కడ నేరుగా దీనికి రావాలి.
ഛർദിച്ചൊരു അവസ്ഥയിലെത്തി. ഇതിങ്ങനെ ഹൈ റേഞ്ച് അല്ലേ, അങ്ങനെ ഒരു ഛർദിൽ ഒന്നല്ല 2 ഛർദിലൊക്കെ ഛർദിച്ചിട്ടിരിക്കുകയാണ്. ഇപ്പം 2ാമത്തെ ആൾ ഛർദിച്ചു. ഫസ്റ്റ് ഞാനാണ് ഉൾക്കാടൻ. അപ്പോൾ ഇനി ഞാൻ ക്രെഡിറ്റ് ഞാനില്ല, എല്ലാവരും എന്താ ഡ്രസ്സൊക്കെ മാറി നമ്മൾ ആദ്യമേ കുളിക്കാൻ പോവുകയാണ്. കുളിച്ചിട്ടാണ് നമ്മൾ വാട്ടർഫോൾ കാണുന്നത്. അത് വാട്ടർഫോൾ കണ്ട് കുളിക്കും. ഇവിടെ കാറിന്റെ മണ്ടിൽ കൊണ്ടുപോയി വിടണം, എന്നിട്ട് കാറ് പൊട്ടണം, എന്നിട്ട് ഇവിടെ പിടിച്ച് നിർത്തണം. 200 ഇല്ല. യെസ്, നമ്മൾ അപ്പോൾ പോവുകയാണ്. അയ്യോ, കാർ ബോളൊക്കെ ഉണ്ട്. ഇവിടെ ശരിക്കും ഞാൻ പിടയ്ക്കണ മീനിനെ കണ്ട് ഞാൻ വീഡിയോ ഓൺ ആക്കിയപ്പോഴേക്കും ആ മീൻ ചത്തുപോയി. പക്ഷെ ഇങ്ങനെ പിടയ്ക്കായിരുന്നു. സോ നമ്മൾ ജാക്കറ്റ് ഒക്കെ ഇട്ടു. ഒരു പശു. അപ്പൊ നമ്മൾ ആദ്യം കുട്ടവഞ്ചിയിൽ കയറാനാണ് പോണത്. കാണിച്ചുതരാം. ഞാൻ ഫസ്റ്റ് ടൈമാണ് കുട്ടവഞ്ചിയിൽ പോകാൻ പോണത്. എനിക്ക് ചെറിയ പേടിയുണ്ട്. ഇനി ബാലൻസ് പോവും. ഞാൻ കാണിച്ചുതരാം. നോക്കാം. So guys, are you excited? Yes! അങ്ങനെ നമ്മൾ കേറി. ആലിയ ஓகேண்ணா. இதான் சீசனா இல்லை வேற எதுவும் சீசன் இருக்காண்ணா? ஓ, ஓகே ஓகே. Oh my god. Oh my god, നമ്മളിങ്ങനെ ചുറ്റിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ അങ്ങനെ നമ്മുടെ നരൻ മൂവിയൊക്കെ ഷൂട്ടിംഗ് നടന്ന സ്ഥലമാണ്. അതുപോലെ രാവണൻ മൂവിയിലെ jump from the peak. He's from the peak. He's taken from there. Other scenes are taken in Kerala, and the both movie are being taken at the same time. The both movie that Malayalam and Telugu is taken the same time. ഓക്കെ, അപ്പൊ കുറെ മൂവീസ് ഒക്കെ ഷൂട്ടിംഗ് നടന്ന സ്ഥലമാണ് ഇവിടെ.
കേൾക്കാൻ പറ്റണമെന്നോ അല്ലേ? സോ നമ്മളിപ്പോ എന്താണ് ഒരു വ്യൂ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ വ്യൂ കാണാൻ വേണ്ടിയിട്ട് ആ ബോട്ട് അവിടെ നിർത്തിയിട്ട് നമ്മളിങ്ങനെ മേലോട്ട് കയറി വന്നിരിക്കുകയാണ്. നല്ല ഭംഗിയാണ് ഇവിടെ കാണാനായിട്ട്. ഫോട്ടോയിൽ കാട്ടും ബെറ്റർ 4 സൈഡിൽ ഇങ്ങനത്തെ ഒരു വ്യൂ ആണ്. അങ്ങനെ നമ്മൾ വീണ്ടും വേറൊരു ലൊക്കേഷനിലെത്തി. സെയിം സ്ഥലം തന്നെയാണ്. നമ്മൾ ഇനി നെക്സ്റ്റ് കുളിക്കാൻ വേണ്ടി പോവുകയാണ്, വെള്ളത്തിലോട്ട് ഇറങ്ങാനായിട്ട്. അത് കഴിഞ്ഞിട്ട് ഇവിടെ പിന്നെ മസാജൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. ഹെയർ മസാജ്, ബോഡി മസാജ്, അങ്ങനെയൊക്കെ. 4 കാലിലാണോ? കുറെ നല്ലല്ലോ അങ്ങനെയല്ലേ നടക്കണേ? ആണ്. ഓക്കെ, അങ്ങനത്തെ ഇതൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് മസാജ് ചെയ്യണ കണ്ടപ്പം ചെയ്യാൻ തോന്നിയില്ല. തലേനെയൊക്കെ ഇങ്ങനെ വലിച്ച് അങ്ങനെയൊക്കെ ഇടിച്ചിടിച്ചാണ് ചെയ്യുന്നത്. സത്യം 5-6 മുടിയുണ്ട്. ഇനി മസാജ് ചെയ്താൽ ഉള്ളതും കൂടെ അവരെ കയ്യിലിരിക്കും. സോ ഞാൻ മസാജ് ഒന്നും ചെയ്യണില്ല. ഇനി നമ്മൾ ഡയറക്റ്റായിട്ട് പോയി കുളിക്കുക. ഈ ഒരു വെള്ളത്തിലാണ് കുളിക്കാൻ പോകുന്നത്. ക്ലീൻ അല്ല, മുണ്ടൊക്കെ അയ്യോ. ഓൾറെഡി കുറെ ആൾക്കാരൊക്കെ അവിടെ നിന്ന് കുളിക്കണുണ്ട്. നമ്മൾ പുഴയിൽ കിടന്ന് കുളിച്ച് മുടിയൊക്കെ ഐ ഡോണ്ട് നോ, നല്ല തണുപ്പുണ്ട്. കൊള്ളായിരുന്നു, നല്ല വൈബായിരുന്നു. നമ്മൾ ഡ്രസ്സ് മാറ്റാൻ പോവുകയാണ്. ഡ്രസ്സ് മാറ്റിയിട്ട് കാണാൻ ഡ്രസ്സൊക്കെ മാറി സെറ്റായി. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. ഫിഷാണ് കഴിക്കുന്നത്. ഫിഷ് ഫ്രൈ ഒക്കെ റെഡിയായി എന്ന് പറഞ്ഞിട്ടുണ്ട്. ചെവി കേൾക്കാൻ വയ്യ, ചെവിയിൽ വെള്ളം കയറി. നല്ല വിശപ്പുണ്ട്. 5 മണിയായി തോന്നുന്നു ടൈം. ഇതാണ് വാട്ടർഫോൾ. ഇതാണ് വാട്ടർഫോൾ. ഇങ്ങനെ നമ്മളുടെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. വെള്ളമൊക്കെ വീട്ടിൽ നിന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്, പ്ലേറ്റ് അതൊക്കെ. ഇങ്ങനത്തെ വൈബാണ് കേട്ടോ, വില്ലേജ് വൈബാണ്. ഫുഡൊക്കെ കഴിച്ച് വയറ് ഫുള്ള്. എനിക്ക് ഫുഡേ വേണ്ട ലൈഫിൽ. ഇനി നമ്മൾ ഇനി വേറെ പ്ലാനൊന്നുമില്ല. എല്ലാവരും വന്ന് വണ്ടിയിൽ കയറുക, തിരിച്ചു പോവുക, അതൊക്കെ തന്നെ. ഫുഡിൻ്റെ കാര്യം പറയണ്ട, അടിപൊളി ഫുഡായിരുന്നു. പക്ഷേ ഇത്രയും കഴിക്കണ്ടായിരുന്നു. അവിടുത്തെ പാട്ടി ഇങ്ങനെ ഇട്ടുന്നോണ്ടിരിക്കുന്നു, കഴിക്കൂ 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 എന്ന് പറഞ്ഞിട്ട്. അയ്യോ, അങ്ങനെ ഇട്ടിട്ട് കുറേ കഴിച്ച്. നല്ല ഫിഷ് ഫ്രൈയും എന്തോ ഒരു പേര് പറയാനായിട്ട്. ഇവിടത്തെ സ്പെഷ്യലാണ്. അവിടെ നമ്മുടെ നാട്ടിലൊന്നും കിട്ടാത്ത ഏതോ ഒരു ഫിഷാണ്. എന്തോ മറന്നുപോയി. അങ്ങനെ ഫുഡൊക്കെ സെറ്റായിരുന്നു. ഇനി എന്താണ്, ഇനി വെയിറ്റിംഗ്. ഞാൻ കുറച്ചു നേരം നടക്കട്ടെ, അല്ലെങ്കിൽ ഇനി അടുത്ത് വാന്തി.
നെക്സ്റ്റ് ഞാൻ ഇപ്പം ഛർദിക്കും. അലിയ വൈബല്ലേ? അയ്യോ ഭരണി ഭരണി മാത്രം ഫുൾ ആക്റ്റീവ്. ഭരണിക്ക് വാന്തിയില്ല, പ്രഗ്നന്റ് ആയാലേ വാന്തി ഇളക്കൊക്കെ വരുള്ളൂ. ഇതെന്തോന്ന് കർഷകനെ രാത്രി എല്ലാരും ഓരോ കോലത്തിലായി.